ഇവർക്ക് എന്തോ ഒന്ന് രണ്ട് കാര്യം കൂടെ നമ്മൾ പറയാനുണ്ട്. നമുക്കും ഇവിടെ നിന്ന് ഈ പൈനാപ്പിൾ കൃഷി തുടങ്ങിയാലോ എന്ന് ഞങ്ങൾ ആലോചിക്കാം. അതെന്താ പറയാമെന്ന് അങ്ങനല്ലേ ഇതിന്റെ യൂണിയൻ പ്രസിഡന്റ്? അതെ, എന്റെ പേര് ജോസ് പെരുമ്പിള്ളിക്കുന്തൽ എന്നാണ്. ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ്. കൃഷിയുണ്ടോ? കൃഷിയുണ്ട്. എത്ര ഏക്കറില്? ഞങ്ങൾക്ക് ഒരു 50-100 ഏക്കറിനോളം വരും. എല്ലാവരും കൃഷിക്കാർ കൂടിയാണ്. വ്യാപാരികൾ എല്ലാവരും തന്നെ കൃഷിക്കാരും കൂടിയാണ്. ഈ വാഴക്കുളത്തിന്റെ പ്രത്യേകത? വാഴക്കുളത്തിന്റെ പ്രത്യേകത പൈനാപ്പിളിന് വേണ്ടി മാത്രമായ ഒരു മാർക്കറ്റ് ഇവിടെ ഉണ്ട്. ഏഷ്യയിലെ ഏക മാർക്കറ്റാണ് പൈനാപ്പിളിന് വേണ്ടിയുള്ളത്. വാഴക്കുളം പൈനാപ്പിൾ. നമ്മുടെ പൈനാപ്പിളിന്റെ ഒരു ക്വാളിറ്റി എങ്ങനെയാ? പൈനാപ്പിൾ നമ്മുടെ പൈനാപ്പിളിന് ഏറ്റവും ക്വാളിറ്റി ഉള്ള പൈനാപ്പിളാണ് വാഴക്കുളം പൈനാപ്പിൾ. അതിന് ഭൂസൂചിക. നമ്മൾ ഈ പുറത്തോട്ടുള്ള ആൾക്കാര് നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വാഴക്കുളം പൈനാപ്പിൾ എന്നാണോ പറയുന്നത്? അതെ അതെ, വാഴക്കുളം പൈനാപ്പിൾ മാത്രമേ ഉള്ളൂ. ഭൂസൂചിക നാമം ലഭിച്ച പൈനാപ്പിളാണ് വാഴക്കുളം പൈനാപ്പിൾ. അതാണ് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും ലോകത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും കയറ്റി പോകുന്നത് ഈ പൈനാപ്പിളാണ്. ഇതിന് ഏറ്റവും ടേസ്റ്റ് ഉള്ള ഏറ്റവും മധുരമുള്ള പൈനാപ്പിളാണ്. അപ്പൊ അതുകൊണ്ട് ഈ നാട്ടിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കൃഷിക്കാരെ ഹാപ്പിയാണല്ലോ, ഭയങ്കര ഹാപ്പിയല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നത് വാഴക്കുളത്ത് പൈനാപ്പിൾ കൃഷിയിലേക്ക് ചെറുപ്പക്കാരെല്ലാം കടന്നു വരാൻ ലഹരിക്ക് പുറകെ പോകാൻ അവർക്ക് സമയമില്ല. ചെറുപ്പക്കാർ വരുന്നുണ്ടല്ലേ? ഇഷ്ടംപോലെ പൈനാപ്പിളാണ് ലഹരി. ഇവിടെ മധുരം നാടുകൾക്ക് മധുരം വിളറിക്കൊണ്ട് അത് ചെറുപ്പക്കാരായ ആളുകൾ കടന്നു വരുന്ന ഈ കൃഷിയിലേക്ക് കടന്നു വരുന്ന അവരുടെ നല്ലൊരു ജീവിത ലക്ഷ്യത്തിൽ അവർ കൈവരിക്കുന്നുണ്ട്. സമയമില്ല, കഞ്ചാവിനൊന്നും പോകാൻ ഇവർക്ക് സമയമില്ല. കൃഷിയിലേക്ക് മാത്രം. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൃഷിക്കാർ വന്നാൽ നിങ്ങൾ വാഴക്കുളത്തോട്ട് കയറ്റും? ഞങ്ങൾ എല്ലാവരും സ്വീകരിക്കും. പൈനാപ്പിൾ കൃഷിയിലേക്ക് എല്ലാവരും ഞങ്ങൾ ചെറുപ്പക്കാരെ സ്വാഗതം ചെയ്യുകയാണ്. സ്ഥലമുണ്ടോ കൂടുതൽ കൃഷി? പോലെ നമ്മൾ കേരളം ഒട്ടുക്ക് നമ്മൾ പറന്നു കിടന്ന് പൈനാപ്പിൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധ്യതയുണ്ട്. അപ്പൊ എവിടെയെങ്കിലും പോകുന്ന യാത്രയിൽ ഈ പൈനാപ്പിൾ കൃഷിക്ക് വേണ്ടിയുള്ള സ്ഥലം കണ്ടാൽ അങ്ങ് ഞാൻ അറിയിക്കാം. ലഹരി പൈനാപ്പിളാണ് സാറെന്ന് പറയണം. വാഴക്കുളത്തിന്റെ ലഹരി പൈനാപ്പിൾ. ഓക്കെ, അപ്പൊ നമ്മൾ നീങ്ങട്ടോ. അപ്പൊ നിങ്ങള് വലിയ ഒരു പിടി പിടിച്ചോണം കൃഷിയിലേക്ക് ആളെ ആകർഷിക്കാൻ വേണ്ടി. നല്ലൊരു ഐഡിയ. അതെ അതെ, പൈനാപ്പിൾ ആണ് വാഴക്കുളത്തിന്റെ ലഹരി. അപ്പൊ കൃഷിയിലേക്ക് ആളുകൾ മടങ്ങി വരിക, തിരികെ വരിക എന്നത് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട. അതെ അതെ, ഇത് എനിക്കൊന്ന് സിലബസിലൊക്കെ ചേർത്ത് അല്ലേ വൈകിട്ടൊക്കെ ഈ ഏരിയയിലൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ചു നേരം പൈനാപ്പിൾ കൃഷി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പഠിപ്പിക്കുന്ന നല്ലതായിരിക്കും. പൈനാപ്പിൾ കൃഷിക്ക് വലിയ പ്രയാസമുണ്ടോ പെമ്പറെ? ഇല്ല, ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെ കൃഷി മുന്നോട്ട് പോകണം. ചെറുപ്പക്കാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പൈനാപ്പിൾ കൃഷിയിലേക്ക് വരികയാണ്. മെമ്പർ കൃഷിയുണ്ടോ? മെമ്പർ കൃഷിയുണ്ട്. രാഷ്ട്രീയ കൃഷിയല്ല ഞാൻ ചോദിച്ചത്. രാഷ്ട്രീയ കൃഷിയാണല്ലോ, രാഷ്ട്രീയ ഒരു കൃഷിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ വിജയകുമാർ, മറ്റെന്താ നമ്മളെങ്ങോട്ടാ ഇനി പോകുന്നത്? ഇവിടെ നമ്മളൊരു സൗജന്യ ഡയൽ സെന്റർ, അതിനുള്ള എഗ്രിമെന്റ് ഐ ഹോസ്പിറ്റലിൽ വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മൾ രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പെൺകുട്ടിക്ക് വേണ്ടി അതിന്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി പിരിച്ച പൈസ നമ്മുടെ ബാലൻസ് ഉണ്ട്, 40 ലക്ഷം രൂപ. നമ്മളൊരു 1 കോടി രൂപ കണ്ടെത്തി ഇവിടെ ഒരു സൗജന്യ ഡയൽ സെന്റർ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിന്റെ ധാരണാപത്രം നമ്മൾ ഇതിൽ ഒപ്പുവെച്ചു. ഒരു 10 കോടി നമ്മളെ ഏൽപ്പിച്ച നാട്ടിലൊക്കെ നമ്മൾ സാറ് കുറച്ച് പൈസ ഇതിലേക്ക് തരണമെന്നാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഞങ്ങൾക്ക് ഇങ്ങോട്ട്, കാരണം ഞങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടല്ലോ. കുറച്ച് പൈസ മതി. അത് കുഴപ്പമില്ല, സന്തോഷം. ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും ഫ്രീ ആയിട്ട്. നല്ല കാര്യം. സന്തുഷ്ടരായ കൃഷിക്കാരെ കാണുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിയായി കേട്ടോ. കാര്യം വളരെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന കൃഷിക്കാരെ കാണാൻ പ്രയാസമാണല്ലോ. പൈനാപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവും. അതാണ് ഞങ്ങളെല്ലാം സന്തോഷവന്മാരായിട്ടിരിക്കണേ. എല്ലാ ദിവസവും ഡെയിലി ഓരോ പൈനാപ്പിൾ കഴിക്കണം.